السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ ആദരണീയരായ വിശ്വാസികളെ, സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് അംഗീകരിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും വിശുദ്ധമായ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന ആദർശമാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റേത്. നന്മകളും പരിശുദ്ധിയും നിലനിർത്തുവാനും തിന്മകളും അധാർമികതകളും പൂർണ്ണമായും വർജിക്കുവാനുമാണ് പരിശുദ്ധ ഇസ്ലാം കണിശമായി നിർദ്ദേശിക്കുന്നത്. നാം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ പവിത്രമായ മഹത്തായ തൗഹീദിന്റെ അടിത്തറയിലാണ് ഇസ്ലാമികമായ മുഴുവൻ നന്മകളും പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം ഏതു കാലഘട്ടത്തിൽ ഏതു നാട്ടിലേക്ക് ഇസ്ലാമിൻ്റെ വ്യക്തമായ ആദർശവുമായി കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇസ്ലാമിനെ തകർക്കുവാൻ, ഇസ്ലാമിൻ്റെ ആശയ ആദർശധാരയെ ഇല്ലാതെയാക്കുവാൻ ഇസ്ലാമിന് ഒരുപാട് ശത്രുക്കളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്,
ഇസ്ലാമിനെ തകർക്കുവാൻ, ഇസ്ലാമിനെ ഇല്ലാതെയാക്കുവാൻ ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കളായവരാണ് യഹൂദ വംശം അഥവാ ജൂത സമൂഹം എന്നുള്ളത്. അവർ ഇസ്ലാമികമായ പരിശുദ്ധിയെ കളങ്കപ്പെടുത്താൻ പല രീതിയിലും പരിശ്രമിച്ച് കൊണ്ടിരിക്കുന്നതിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് മുമ്പിൽ വ്യക്തമാണ്. എന്നാൽ ഈ ജൂത സമൂഹത്തിൽ നിന്നും ഇസ്ലാമിൻ്റെ വേഷമണിഞ്ഞുകൊണ്ട്, ഇസ്ലാമിൻ്റെ സംസ്കാരമാണെന്ന് പറഞ്ഞ് പലതും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജൂതായിസത്തിൽ നിന്നും ഉടലെടുത്ത വിഭാഗമാണ് ഷിയാക്കൾ എന്നറിയപ്പെടുന്നത്. അവരുടെ ചിന്താധാരയും ജൂതന്മാരുടെ ചിന്താധാരയും ലക്ഷ്യവും മറ്റൊന്നുമല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. എന്ന് പറഞ്ഞാൽ അരാജകത്വവും അസാംസ്കാരികതയും ഇസ്ലാമിൻ്റെ പേരിൽ പ്രചരിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വേഷമണിഞ്ഞ ശീഈ വംശജർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ലൈംഗികമായ അരാജകത്വം മുതൽ അപക്വമായ തീവ്രവാദ ചിന്തകൾ വരെ ഇസ്ലാമാണെന്ന പേരിൽ ഈ പറയപ്പെട്ട ഷിയാക്കൾ ചെയ്യുകയും അതിനുള്ള അനുവാദങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളില്ലാതെയാവണമെന്നും നമ്മുടെ സംസ്കാരത്തെ തുടച്ചു നീക്കണമെന്നും ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഈ ഷിയാക്കളെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരായി നമ്മൾ മാറണം. ഇതിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന ഒരു ജൂതനാണ് യഥാർത്ഥത്തിൽ ഷിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് തുടക്കം കുറിച്ചതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം മുസ്ലിമാണെന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ അകത്തേക്ക് കയറിക്കൂടുകയും ഇസ്ലാമിന് പരിചയമില്ലാത്ത തെറ്റായ വിശ്വാസങ്ങളെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഏതുപോലെ അദ്ദേഹം ജൂതനായി ജൂതായിസത്തിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വാദിച്ചിരുന്ന ഒരു വാദമാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വസിയാണ് യൂശഅ ബിൻ നൂൻ എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ അദ്ദേഹം മുസ്ലിമാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മുതൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന്. ജൂതന്മാരുടെ കൂടെ നിന്ന് അവിടെ പ്രശ്നവും അവിടെ തകർക്കാനുള്ള ശ്രമങ്ങളും കൊണ്ടുവന്ന അതേ വാദഗതികളുമായി ഇസ്ലാമിൻ്റെ അകത്തേക്ക് ഈ അബ്ദുല്ലാഹി ഇബ്നു സബ കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖിലാഫത്ത് ഏറ്റെടുക്കേണ്ടത് അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ല, മറിച്ച് അലി റളിയല്ലാഹു അൻഹു ആണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം വാദിക്കുകയാണ്. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്കിടയിൽ, സമാധാനപരമായി ജീവിച്ചു കൊണ്ടിരുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്നക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് ജൂതനായ ഷിയായിസത്തിന് തുടക്കം കുറിച്ച
അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഷിയായിസം എന്ന പേരിൽ ആശയത്തെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവുമായി കൂട്ടി ബന്ധപ്പെടുത്തുകയും അങ്ങനെ യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് ഷിയാക്കളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഷിയായിസം ജൂതന്മാരുടെ സൃഷ്ടിയാണ് എന്ന് എല്ലാവരും പറയുന്നത്. പരിശുദ്ധമായ ഇസ്ലാമിനെ തകർക്കുവാൻ, ഇസ്ലാമിൽ ഇല്ലാത്ത ആചാരങ്ങളെയും നിയമങ്ങളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു, ഇസ്ലാമിൽ കടത്തിക്കൂട്ടുകയും ഇത്തരം ആളുകൾ ചെയ്തു. അങ്ങനെ ഷിയായിസം തുടങ്ങിയത് മുതൽ സമൂഹത്തിൽ ഇസ്ലാമിനെ തകർക്കണം എന്ന ലക്ഷ്യത്തോടെ ഒരുപാട് ഫിത്നകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടും ഇത്തരം വ്യക്തികൾ ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഖേദകരമെന്ന് പറയട്ടെ, ആ ഷിയ വംശജർ, ആ ഷിയാക്കൾ പിന്നീട് എന്ത് ചെയ്തു? ഈ ഷിയായിസത്തെ നമ്മുടെ ഈ ഒരു കേരളക്കരയിലേക്കും പ്രചരിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്തത്. ഇന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഷിയാക്കൾ അവർ എന്തൊക്കെ പ്രവർത്തനങ്ങളാണോ ചെയ്തിരുന്നത്, അതിലേറെ കുറെ പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മുടെ കേരളക്കരയിലും പ്രവർത്തിക്കുന്നതായി, കൊണ്ടുവന്നതായി, ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് കേരളത്തിലേക്ക് ഈ ഷിയാക്കളുടെ ആശയാദർശങ്ങൾ കടന്നു വന്നത്? നമ്മുടെ കേരളക്കരയിൽ കാണുന്ന ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളിലൂടെയാണ്, സൂഫി ചിന്താഗതികളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഷിയായിസത്തിന്റെ വേരുകൾ നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്നത്. ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളെ സൂഫി ചിന്താഗതികൾ എന്ന പേരിൽ കൊണ്ടുവന്ന് ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളിൽ സൂഫി എന്ന പേരിൽ അറിയപ്പെട്ട ആദ്യത്തെ 3 വ്യക്തികൾ, ആ 3 വ്യക്തികളിൽ 2 ആളുകൾ ജൂതന്മാരായിരുന്നു, ഷിയാക്കളായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ പ്രത്യക്ഷപ്പെട്ടവരാണിവർ. ഈ 3 വ്യക്തികൾ ആരൊക്കെയാണ്? ഒന്നാമത്തെയാൾ ജാബിർ ബിൻ ഹയ്യാൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു തനിച്ച ഷിയഈ മനുഷ്യനാണ്, വംശജനാണ്. അദ്ദേഹമാണ് സൂഫിസം എന്ന ഒരു ആശയത്തെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചത്. രണ്ടാമത്തെ വ്യക്തി അബ്ദുൽ കരീം അസ്സൂഫി എന്ന് പറയുന്ന, അബ്ദുക്ക എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹവും പറയപ്പെട്ടതുപോലെ ഒരു ഷിയയാണ്. ആദ്യമായി തന്റെ പേരിന്റെ കൂടെ സൂഫി എന്ന് വിളിച്ചതും സൂഫിസത്തിന് പ്രത്യേക ശബ്ദങ്ങളും പ്രത്യേക വേഷവിധാനങ്ങളും കൊണ്ടുവന്ന വ്യക്തിയാണ് അബ്ദുക്ക എന്നറിയപ്പെടുന്ന അബ്ദുൽ കരീം സൂഫി എന്ന് പറയുന്ന മനുഷ്യൻ. ഈ 2 ആളുകൾ യഥാർത്ഥത്തിൽ അവരുടെ വംശം എന്ന് പറയുന്നത് സൂഫികളാണ്, ഷിയാക്കളാണ്. മൂന്നാമത്തെ വ്യക്തി അബൂ ഹാഷിം അൽ കൂഫി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഷിയയായി അറിയപ്പെട്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ നാടും ജീവിത പശ്ചാത്തലവുമെല്ലാം ഷിയാക്കളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ 3 വ്യക്തികളാണ് സൂഫിസം എന്ന് പേര് പറഞ്ഞ്, ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ എന്ന് പേര് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും രൂപം നൽകിയത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആയിരക്കണക്കിന് ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളെ കാണാൻ സാധിക്കും. നമ്മുടെ കേരളക്കരയിൽ ഇതിൻ്റെ എല്ലാം തുടക്കക്കാർ ആരാണ്? ഷിയാക്കളിൽ നിന്നും കടന്നു വന്ന് സൂഫികളായി കടന്നു വന്ന ഇത്തരം ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവർ ഈ സൂഫിസത്തെ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇസ്ലാമിന് അന്യമായ ഒരുപാട് കാര്യങ്ങളെ ഇസ്ലാമാണ് എന്ന പേരിൽ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നു. അതിലേറ്റവും ഭീകരമായ ഒരു കാര്യമായിരുന്നു വഹ്ദത്തുൽ വുജൂദ് എന്ന് പറയുന്ന ഒരു ആശയം.
എന്താണ് വഹദത്തുൽ വുജൂദ്? സൃഷ്ടാവും സൃഷ്ടിയുമെന്ന് രണ്ടെണ്ണമില്ല, എല്ലാം ഒന്നു തന്നെ എന്നായിരുന്നു ഇവർ കൊണ്ടുവന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ പറയും സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എത്ര പരിശുദ്ധനാണ്. എന്നാൽ ഈ സൂഫികളായ ആളുകൾ പറയും സുബ്ഹാനി, ഞാൻ എത്ര പരിശുദ്ധനാണ്. കാരണം എന്താ? ഞാൻ തന്നെയാണ് റബ്ബ് എന്ന വിശ്വാസമാണ്. അത് നമ്മുടെ കേരളക്കരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഈ സൂഫികൾ ഏതുപോലെന്നറിയോ? ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സൂഫിയായിരുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും സ്ഥലത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് ഒരു റൊട്ടി തിന്നുന്നത് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞുവത്രേ, അർറബ്ബു യഅ്കുലുർ റബ്ബ, ഒരു റബ്ബ് അവന്റെ റബ്ബിനെ തിന്നുന്നു എന്ന് പറഞ്ഞാൽ തിന്നുന്ന ഞാനും റബ്ബാണ്, ഞാൻ തിന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ അപ്പകഷ്ണവും റബ്ബാണ്. ഇതാണ് വഹ്ദത്തുൽ വുജൂദ്. സൃഷ്ടി എന്നോ സൃഷ്ടാവെന്നോ വ്യത്യാസമില്ലാതെ എല്ലാം തുല്യമാണ്, ഒരുവനാണ് എന്ന ഒരാശയം. ഇത് നമ്മുടെ കേരളക്കരയിലേക്ക് കൊണ്ടുവന്നത് സൂഫികളാണ്, ഷിയാക്കളാണ്, ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളാണ്. അവരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് 3 അർത്ഥം കൊടുക്കുന്നുണ്ട്. ഈ 3 അർത്ഥം കൊടുക്കുന്നത് മനുഷ്യരെ 3 ദർജയിലേക്ക് കൊണ്ടുപോയിട്ട് 3 അർത്ഥം കൊടുക്കുകയാണ്. അതിൽ 3ാമത്തെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്തത് ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവല്ലാതെ മറ്റൊന്നില്ല. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അവരെഴുതുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തെ മലയാളത്തിലേക്ക് തർജുമ ചെയ്ത ആ വിഭാഗം ആളുകൾ, ത്വരീഖത്ത് പ്രസ്ഥാനക്കാർ, സമസ്തക്കാർ ഈ കേരളക്കരയിലുണ്ട്. അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതുകയാണ് വഹ്ദത്തുൽ വുജൂദിനെ കുറിച്ച്. ആ വഹ്ദത്തുൽ വുജൂദിനെ കുറിച്ച് സമ്പൂർണ്ണ മനുഷ്യൻ എന്ന പേര് കൊടുത്ത് അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ മലയാളത്തിലേക്ക് ഈ നാട്ടിലെ സമസ്തക്കാർ, ത്വരീഖത്ത് പ്രസ്ഥാനത്തിന്റെ ആളുകൾ കൊണ്ടുവരാൻ. അവർ വാദിക്കുന്ന ഗൗരവകരമായ വാദം എത്രത്തോളം എന്ന് വെച്ചാൽ അവർ അതിൽ എഴുതി വെക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ മഷിയിട്ട് നോക്കിയാലും അല്ലാഹുവല്ലാതെ മറ്റൊന്നിനെ കാണാൻ സാധിക്കൂല എന്നാണ്. അങ്ങനെ പറഞ്ഞ സ്വാഭാവികമായി ചോദിക്കും, അപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്നത് പിന്നെയെല്ലാം പിന്നാക്കാണോ എന്ന്. ഇത് അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചതാണ്. അപ്പോൾ അതിന് മറുപടി ആയിക്കൊണ്ട് പറയുന്നത് ഇവിടെയൊന്നും പിന്നാക്കായിട്ടില്ല, കാരണം പിന്നാക്കായി പറയപ്പെടുന്നതും അല്ലാഹുവാണ്. ഈ ആശയധാരയെ നമ്മുടെ കേരളക്കരയിലേക്ക് കൊണ്ടുവന്നത് ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളിലൂടെ ഈ പറയപ്പെടുന്ന സമസ്തയാണ്. അവരുടെ പുസ്തകത്തിൽ പരിപൂർണ മനുഷ്യൻ എന്ന പുസ്തകത്തിലെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇതിനെ രേഖപ്പെടുത്തി ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ നാടുകളിലും നമ്മുടെ വീടുകളിലും ഇന്നും ചൊല്ലിപ്പാടുന്ന പല റാത്തീബുകളിലും പല ബൈറ്റിലും ഈ ആശയമാണ് ഉൾക്കൊള്ളുന്നതെന്ന് നമ്മളിൽ പല ആളുകളും, അതല്ലെങ്കിൽ ഇത് പാടിക്കൊണ്ടിരിക്കുന്ന വീട്ടിലെ പല ആളുകളും ഇതറിയുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് നിങ്ങൾ ഹുവല്ലാ എന്ന് ഇവരുടെ ബൈറ്റുകളിൽ കാണാം. അല്ലാഹുവാണ്, അവനാണല്ല. ഈ അടുത്തിറങ്ങിയ നമ്മളൊക്കെ സാധാരണ വാദിക്കും നമ്മുടെ റബ്ബ് ആരാണ്, നമ്മൾ ഉണ്ടാക്കിയവൻ ആരാന്ന് ചോദിച്ചാ നമ്മൾ ധൈര്യത്തോടെ സംശയമില്ലാതെ പറയും ഞങ്ങളെ ഉണ്ടാക്കിയത് ഞങ്ങളുടെ റബ്ബായ അല്ലാഹുവാണ്, ഞങ്ങളുടെ പടച്ചോൻ അല്ലാഹുവാണ്. എന്നാൽ ഈയിടത്തെ സമസ്തക്കാരിറക്കിയ ഒരു ഗാനം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ ഒരു പാട്ടിലൂടെ അവർ പറഞ്ഞത് ഞങ്ങളുടെ പടച്ചോൻ ആരാണെന്ന് ചോദിച്ചാ അവരും ഈ സംശയമില്ലാതെ പറയും അവരുടെ പടച്ചോൻ CM മടവൂർ എന്ന് പറയുന്ന വ്യക്തിയാണെന്ന്. അവരിറക്കിയ പാട്ടാണ്. ആ പാട്ടിൽ പോലും ഹുവല്ലാ എന്നുള്ള പദം കൊണ്ടുവരികയാണ്. CM ആണ്, ഈ CM മടവൂരാണ്, അല്ലാഹു എന്ന ധാര ഇവർ കൊണ്ടുവരികയാണ്. ഇവരുടെ ബൈത്തുകളിൽ കാണാൻ സാധിക്കും വമാ അന ഇല്ലാ അൻത, ഞാനെന്ന് പറഞ്ഞ നീ തന്നെയാണ്. ആര്? ഞാനെന്ന് പറഞ്ഞാൽ അല്ലാഹു തന്നെയാണ്, ഞാനെന്ന് പറഞ്ഞാൽ റബ്ബ് തന്നെയാണ് എന്ന ആശയത്തെ ഇവർ കൊണ്ടുവരികയാണ്. ഇങ്ങനെയുള്ള പല വരികളും ഇന്നിവരുടെ റാഫിഈ, മുഹീദ്ദീൻ റാത്തീബുകളിലും ബൈത്തുകളിലും സ്ഥാനം പിടിച്ചത് അവർ കൊണ്ടുവന്നത് ഈ അദ്വൈതവാദത്തെയാണെന്ന് പ്രിയപ്പെട്ട സമൂഹമേ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ആശയം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയമാണ്.
ഇവർ ഈ പാടി സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ വഹ്ദത്തുൽ വുജൂദ് എന്ന് പറയുന്ന ആശയം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളും അത് കണ്ട് മനസ്സിലാക്കി പഠിച്ചു കൊണ്ടുവന്ന താബിഈങ്ങളും തബഉ താബിഈങ്ങളും കൊണ്ടുവന്ന ആശയമാണ്. ഒരിക്കലുമല്ല. ഇതിന്റെ എല്ലാം ഉറവിടത്തെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ അത് കൊണ്ടുവന്നത് ഷിയാക്കളാണ്. അതിലൂടെ സൂഫികളും തുരീഖത്ത് പ്രസ്ഥാനങ്ങളും അതേറ്റെടുത്ത സമസ്തയുമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇതൊരു ഉദാഹരണം മാത്രം. ഇനി ഇങ്ങനത്തെ എത്ര ഉദാഹരണങ്ങളാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്? ജാറ വ്യവസായം നമ്മുടെ കേരളക്കരയിലേക്ക് കടത്തിക്കൂട്ടിയതാരാ? ജാറങ്ങള് കെട്ടിപ്പൊക്കുന്ന സമ്പ്രദായം ഈ കേരളക്കരയിലേക്ക് കൊണ്ടുവന്നതാരാ? അവിടെ പോയി നേർച്ചകളും ആണ്ടുകളും നടത്തുന്നതാരാ? ഇതെല്ലാം കൊണ്ടുവന്നത് എവിടെ നിന്ന? കൊണ്ടോട്ടി തങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം കൊണ്ടോട്ടിയിലേക്ക് കടന്നു വന്ന് അദ്ദേഹമാണ് ആദ്യമായി കൊണ്ട് ഈ പറഞ്ഞ കൊണ്ടോട്ടി കുബ്ബയുണ്ടാക്കിയത്. ആ കുബ്ബയുടെ രൂപരേഖ പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഷിയാക്കളായ ആളുകൾ എങ്ങനെയാണോ ജാറങ്ങളും കുബ്ബകളും ഉണ്ടാക്കുന്നത് ആ ഒരു രൂപരേഖയിലാണ് ഇന്നും കൊണ്ടോട്ടിയിലുള്ള കൊണ്ടോട്ടി കുബ്ബ കാണാൻ സാധിക്കാം. അത് കൊണ്ടുവന്നത് ഷിയാക്കളാണ്. ഈ ജാറ വ്യവസായവും മഖ്ബറകളെ പൂജിക്കുന്ന, അവിടെ സുജൂദ് ചെയ്യുന്ന, അവിടെ ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്ന, അവിടേക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന, അവിടെ ആണ്ട് നേർച്ചകൾ നടത്തുന്ന, അവിടെ ചന്ദനക്കുടങ്ങൾ നടത്തുന്ന സംരംഭം ഈ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നതാരാ? ഇന്ന് നമ്മുടെ കേരളത്തിലെ സമസ്തകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൊടിയ ശിർക്കിന്റെ ഈ ഒരു സംരംഭം കൊണ്ടുവന്നത്, ഈ ഒരു രീതി കൊണ്ടുവന്നതാരാ? അത് ഷിയാക്കളിൽ നിന്നും കടമെടുത്തതാണ്, അല്ലെങ്കിൽ അവരുടെ വേരുകളെ മുറുകെ പിടിച്ച് സമസ്ത കൊണ്ടുവന്നതാണ് ഇത്തരം വ്യവസ്ഥകളെന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. എന്തിനു വേണ്ടി? ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി, ഇസ്ലാമിന്റെ ആശയധാരയെ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ വേണ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു പറയാണ്, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം, നിങ്ങൾ എന്നോട് മാത്രം സുജൂദ് ചെയ്യണം, നിങ്ങൾ എനിക്ക് വേണ്ടി നേർച്ച നടത്തണം, നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് അല്ലാഹ് പറയുമ്പോ ഈ ഷിയാക്കൾ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അല്ലാഹയല്ലാത്തവരുടെ അടുക്കൽ പോയും സുജൂദ് ചെയ്യണം, നിങ്ങൾ അല്ലാഹയല്ലാത്തവരുടെ മുമ്പിൽ പോയി കൈകൾ കൂപ്പി നിങ്ങളുടെ ആവശ്യങ്ങൾ പറയണം, നിങ്ങൾ അല്ലാഹയല്ലാത്ത ജാറങ്ങളിലും മഖ്ബറകളിലും കടന്നു ചെന്നുകൊണ്ട് അല്ലാഹുവല്ലാത്തവരുടെ മുമ്പിലേക്ക് കടന്നു ചെന്ന് അവിടെ ആണ്ടുകളും നേർച്ചകളും വഴിപാടുകളും നടത്തണമെന്ന് ഷിയാക്കൾ കടത്തിക്കൂട്ടുന്നത് എന്തിന്റെ പേരിലാ? അവർക്കൊറ്റ ലക്ഷ്യമുള്ളൂ, ഈ ഇസ്ലാമിന്റെ ആദർശത്തെ, ഈ ഇസ്ലാമിന്റെ ആശയധാരയെ ഇല്ലാതെയാക്കണം, തുടച്ചു നീക്കണം എന്നുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു കൊടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വന്നാൽ ജന്മദിനാഘോഷം. ഇപ്പം അതാണല്ലോ റബീഉൽ അവ്വലിന് ഡേറ്റ് എല്ലാം കണ്ട് അവർ മാസം കണ്ട് റബീഉൽ അവ്വൽ ഇന്ന് തുടങ്ങി, ഇനി 16-ാം തീയതി റബീഉൽ അവ്വലിന്റെ നബിദിനമാണ് എന്ന അവരുടെ പോസ്റ്ററുകളെല്ലാം കുറച്ച് ദിവസങ്ങളായി സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരുടേത്? ഈ സമസ്തയുടേത്. യഥാർത്ഥ മുസ്ലിമീങ്ങളുടേതല്ല. യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരുടേതല്ല. സലഫുസ് സ്വാലിഹീങ്ങളെ മാതൃകയാക്കി ജീവിക്കുന്നവരുടെ പോസ്റ്റുകളല്ല, സമസ്തക്കാരുടെ പോസ്റ്റുകളാണ്. ഇന്നവർ മീലാദ് ആഘോഷത്തിന് വേണ്ടി അവിടെ പള്ളികൾ സജ്ജീകരിച്ച് അവരുടെ മദ്രസയിലെ വിദ്യാർത്ഥികളെ കൊണ്ട് അവർ പാട്ടുകളും ദഫുകളും പ്രാക്ടീസ് ചെയ്യിച്ച് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബാക്കളോ ചെയ്തിട്ടില്ലാത്ത, ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ നബിദിനം ആഘോഷിക്കുക എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇതിനെക്കുറിച്ച് ഇവർ തന്നെ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട്. ആര്? സമസ്തകൾ തന്നെ. എൻ്റെ കയ്യിലുള്ളത് സുന്നി വോയിസ് എന്ന് പറഞ്ഞ് 2000 ജൂലൈയിൽ ഇവർ ഇറക്കിയ ഒരു പുസ്തകത്തിന്റെ ഒരു പേജാണ്.
ഇതിലിവർ പറയാണ് അടിസ്ഥാനപരമായി മൗലീദ് ബിദ്അത്താണ്. ഇതാരാ പറയുന്നത്? മുജാഹിദുകളുടെ പുസ്തകമല്ല, മുജാഹിദുകൾ കൊണ്ടുവന്നതല്ല, ഇത് കൊണ്ടുവന്നത് സമസ്തയാണ്. സമസ്തയുടെ സുന്നി വോയിസ് ജൂലൈയിൽ 2000 ജൂലൈയിൽ ഇറങ്ങിയ അവരുടെ പുസ്തകത്തിൽ അവർ പറയാണ് അടിസ്ഥാനപരമായി മൗലീദ് ബിദ്അത്താണ്. ഇന്നലെ വളരെ വ്യക്തമായി ഇസ്ലാമിൽ മൗലിദ് ആഘോഷം ബിദ്അത്താണെന്ന് നമ്മുടെ പ്രഭാഷകൻ സൂചിപ്പിച്ചതാണ്. ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായ മുസ്ലിമീങ്ങളിൽ നിന്നും കൈമാറി വന്ന ഒരാചാരമല്ല ഈ നബിദിനം കഴിക്കലെന്ന് പറഞ്ഞാലെന്ന് ഇവർ വളരെ വ്യക്തമായി കൊണ്ട് ഇവർ തന്നെ പറയാം. തീർന്നില്ല, നോക്കൂ നിങ്ങൾ, ഇവരുടെ വലിയ മൗലവിയായ താവ മുഹമ്മദ് കുഞ്ഞ് മൗലവി എഴുതിയ അൽ മവാഹിബുൽ ജലിയ, ഇതിന്റെ 3-ാം ഭാഗത്തിലും ഇവർ പറയുന്നത് എന്താ? മൗലീദ് കഴിക്കൽ മുൻപ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. വളരെ വ്യക്തമായിക്കൊണ്ട് ഇവർ തന്നെ രേഖപ്പെടുത്തി വെക്കാണ്. അങ്ങനെ ഒരു ആശയം എന്നുള്ളത് അത് ഹിജ്റ 300 ശേഷം വന്നതാണ്. അത് മുമ്പുള്ള പ്രവാചകനോ സ്വഹാബാക്കളോ ചെയ്തു വെച്ചതല്ല എന്ന് വളരെ കൃത്യമായി ഇവർ എഴുതി വെക്കാണ്. ഇനി എഴുതി വെച്ചത് പോട്ടെ, ഇവർ തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ സഹോദരങ്ങളെ. എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. ഈ മൗലിദ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വഹാബികളോ പ്രവാചകനോ താബിഈങ്ങളോ താബിഈങ്ങളോ ചെയ്തിട്ടില്ലാത്ത ഒരു സമ്പ്രദായമാണ് മൗലിദ് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ പറഞ്ഞതാണോ? ഇവർ തന്നെ ചില സമയങ്ങളിൽ അഹ്ലുസുന്നത്തിന്റെ ആദർശം അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. ഇനി നോക്കൂ നിങ്ങൾ, തീർന്നിട്ടില്ല. ഇവരുടെ തന്നെ നബിദിനാഘോഷം ഒരു ഹ്രസ്വ വിശകലനം എന്ന് പറയുന്ന ഇവരുടെ ഗ്രന്ഥത്തിൽ, ഇവരുടെ പുസ്തകത്തിൽ തന്നെ ഇവർ വീണ്ടും എഴുതാണ് റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുന്ന രീതി സ്വഹാബികളുടെ കാലത്തോ ഉത്തമ നൂറ്റാണ്ടിലോ ഉണ്ടായിരുന്നില്ല എന്നത് ശരിയാണ്. ഇത് നമ്മൾ പറഞ്ഞതല്ല, ഇവർ തന്നെ പറഞ്ഞു വെക്കുകയാണ് ഇത് ഇസ്ലാമികമല്ല എന്ന്. നബിദിനം ആഘോഷിക്കുക എന്നുള്ളത്, മൗലിദ് ആഘോഷിക്കുക എന്നുള്ളത് അതിസ്ലാമികമല്ല എന്ന് ഇവർ തന്നെ വളരെ വ്യക്തമായി സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചൊരു കാലമുണ്ട്. എന്നാൽ ഖേദകരം, ഇന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള ഇതുമായി ബന്ധപ്പെട്ട പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും എല്ലാം പരിശോധിച്ചാൽ അവിടെ ഈ നബിദിനം കൊണ്ടാടുവാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്താൻ ക്രിസ്ത്യാനികളായ ആളുകൾ, നസ്വാറാക്കളായ ആളുകൾ അവരുടെ ദൈവമായോ ദൈവപുത്രനായോ കാണുന്ന അവരുടെ യേശുവിൻ്റെ ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ എങ്ങനെയാണോ അവരുടെ ചർച്ചുകൾ, അവരുടെ പള്ളികൾ അവർ അണിയിച്ചൊരുക്കുന്നത്, അതിനേക്കാളും വലുതായി, അത്രത്തോളം എന്നല്ല അതിനേക്കാളും മനോഹരമായി ഇന്ന് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ അവരുടെ പള്ളികൾ ഇതുപോലെ നല്ല ലൈറ്റുകൾ തൂക്കി നല്ല ഭംഗിയുള്ള പലതും ചെയ്തുകൊണ്ട് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന്. ഇതിൻ്റെ ഒരു അവസ്ഥ എന്താ, എത്രത്തോളം എന്ന് നമ്മൾ ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് പഠിക്കണം. ഇവരുടെ അൽ മുഅല്ലിം എന്ന് പറയുന്ന ഒരു മാസിക 2006 ഏപ്രിലിൽ ഇറങ്ങിയ ഒരു മാസികയിൽ ഇവർ പറയുന്നത് എന്തെന്നറിയോ? ഇവർ നബിദിനത്തെ കാണുന്നത് എങ്ങനെയെന്നറിയോ? നബിദിനം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്, പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ്. സുബ്ഹാനല്ലാഹ്, ഒന്നാലോചിച്ച് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടെ ഇസ്ലാമിൽ ആഘോഷമാക്കി തന്ന 2 ആഘോഷങ്ങൾ, ബലി പെരുന്നാളും ചെറിയ പെരുന്നാളും. ആ 2 പെരുന്നാൾ ഇസ്ലാമിന്റെ ശരീഅത്തായി അല്ലാഹു കൊണ്ടുവന്നപ്പോ, പ്രവാചകൻ അത് പഠിപ്പിച്ചു തന്നപ്പോ ഈ സമസ്തക്കാരായ ആളുകൾ, തുരീക്കത്തുകാരായ ആളുകൾ പറഞ്ഞു വെക്കുന്നത് എന്താ? അല്ല, അല്ലാഹു പറഞ്ഞ, പ്രവാചകൻ കൊണ്ടുവന്ന ഈ പെരുന്നാളുകളെക്കാളും വലിയ ആഘോഷമായി ഞങ്ങൾ കാണുന്നത് നബി ജനിച്ച
എന്ന് പറയപ്പെടുന്ന റബീഉൽ അവ്വലിലെ നബിദിനം ആഘോഷമാണ് എന്നുള്ളതാണ്. ഏത് ദിവസമാണ് നബി ജനിച്ചത് അതൊന്നും വ്യക്തമല്ലല്ലോ. റബീഉൽ അവ്വൽ എന്നതിനപ്പുറം പല സംശയങ്ങളും ചർച്ചകളും നടക്കുന്ന ഒരു വിഷയമാണത്. ഇനി നോക്കൂ നിങ്ങൾ, ഇതിനേക്കാളും ഗൗരവത്തോടു കൂടി അവർ പറയാൻ അവരുടെ സുന്നി അഫ്കാർ 2002 മാർച്ചിൽ ഇറങ്ങിയ അവരുടെ ഒരു പുസ്തകം, അതിലവർ പറയുന്നത് ഇതിന്റെ ഗൗരവത്തെ നമ്മൾ മനസ്സിലാക്കാനാണ് ഇതെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ വായിക്കുന്നത്. ഇത് ചില്ലറ വിഷയമൊന്നുമില്ല. അവർ പറയുന്നത് എന്തെന്നറിയോ? കഴിഞ്ഞു പോയ രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാത്രിയാകുന്നു. ഏറ്റവും ശ്രേഷ്ഠമേറിയ രാത്രിയതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാത്രിയാണ്. തീർന്നില്ല. എന്നിട്ട് അവർ പറയാണ്, എന്താ പറയുന്നതെന്നറിയോ? 1000 മാസങ്ങളെക്കാൾ, ശ്രദ്ധിക്കണം കൂട്ടരെ, എന്താണ് ഇവർ എഴുതി വെച്ചതെന്നറിയോ? 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമേറിയതാണെന്ന് ഖുർആൻ പ്രസ്താവിച്ച ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച രാത്രിക്കാണ് എന്ന് ഇവർ എഴുതി വെക്കാണ്. ഏതിനേക്കാളും? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞ, പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ ഈ ലൈലത്തുൽ ഖദർ, മലക്കുകൾ, അല്ലാഹുവിന്റെ മലക്കുകൾ സുബഹി വരെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഈ ലൈലത്തുൽ ഖദറിനേക്കാളും ശ്രേഷ്ഠമേറിയത് ഈ പറയപ്പെടുന്ന ജന്മദിനം ആഘോഷമായ മൗലിദുൻ നബിക്കുണ്ട് എന്ന് ഒരുളുപ്പുമില്ലാതെ ഇവർ എഴുതി വെക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് സമ്മതിക്കുന്നു നബിദിനം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമികമല്ല, അത് ബിദ്അത്താണ്, അത് ഹിജ്റ 300 ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ് എന്ന് ഇവർ തന്നെ വ്യക്തമാക്കുന്നു. ഈ ആളുകൾ തന്നെ പിന്നീട് എഴുതി വെക്കുന്നു നബിദിനം ആഘോഷിക്കുക എന്നുള്ളത് പെരുന്നാളുകളെക്കാളേറെ, അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിനേക്കാളേറെ എത്രയോ ശ്രേഷ്ഠമായി ഇസ്ലാമിന്റെ ശരീഅത്തിൽ കൊണ്ടുവന്നതാണെന്ന് ഈ ആളുകൾ, ഈ സമസ്തക്കാർ സമൂഹത്തിലെ ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇന്ന് ഈ കുറച്ച് ദിവസങ്ങളായി അവരുടെ വേദികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ അടിച്ചു വീശി പറയുന്ന കാര്യം ഇതാണ്: മൗലിദുൻ നബി അതിസ്ലാമികമാണ് എന്ന്, അതിസ്ലാം കൊണ്ടുവന്നതാണെന്ന്, അതിസ്ലാമിന്റെ ശരീഅത്ത് തന്നെയാണ്, പ്രതിഫലം കിട്ടാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ചെയ്തു വെക്കുകയാണ്, ഇവർ കൊണ്ടുവരികയാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ പരിശോധിക്കേണ്ടത്, ഇത് പ്രവാചകൻ കൊണ്ടുവന്നതല്ലെങ്കിൽ, ഇത് സ്വഹാബാക്കൾ കൊണ്ടുവന്നതല്ലെങ്കിൽ, ഇത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശമല്ലെങ്കിൽ, ഇത് സലഫുസ് സ്വാലിഹീങ്ങളുടെ ആദർശമോ അവർ ചെയ്തതോ ഇല്ലെങ്കിൽ, പിന്നെ എവിടെ നിന്നാണ് ഈ മൗലിദ് ആഘോഷം ഇസ്ലാമിലേക്ക് കടന്നു വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ എല്ലാം അസ്ലു മടങ്ങുന്നത്, ഇതിൻ്റെ എല്ലാം തുടക്കക്കാരെന്ന് പറയുന്നത് ഇസ്ലാമിനെ തകർക്കണമെന്ന ആഗ്രഹത്തോടെ ലോകത്തുടലെടുത്തിട്ടുള്ള ജൂതനായ അബ്ദുല്ലാഹി ഇബ്നു സബയിലൂടെ തുടക്കം കുറിച്ചതായ ശീഈ വംശജരായ ആളുകൾ സമൂഹത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഇസ്ലാമിന്റെ ആദർശത്തെ നിലം പരിശാക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന ഒരാചാരം മാത്രമാണ് ഈ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുന്നത്. വെറുതെ പറയല്ല, തെളിവുകൾ സംസാരിക്കുന്ന കാര്യം തന്നെയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ഷെയ്ഖ് മുഹമ്മദുൽ മുത്തിഈ എഴുതിയ അഹ്സനുൽ കലാം ഫീമാ യതഅല്ലഖു ബിസുന്നത്തി വൽ ബിദ്അ മിനൽ അഹ്കാം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇദ്ദേഹം വളരെ വ്യക്തമായി കൊണ്ട് എഴുതി വെക്കുകയാണ്. ഇതിനെ നിഷേധിക്കാൻ ഈ സമസ്തക്കാർക്ക് പോലും സാധിക്കൂല. അവർ പോലും അംഗീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു കിതാബാണ്, ഒരു ഷെയ്ഖാണിത്. ഈ ഷെയ്ഖിലൂടെ ഇവർ തന്നെ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന അവ്വല മൻ അഹ്ദഥഹാ ബിൽ ഖാഹിറ അൽ ഖുലഫാഉൽ ഫാത്തിമിയ്യൂൻ വഅവ്വലുഹും അൽ മുഇസ്സു ലിദ്ദീനില്ലാ
തവജ്ജഹു മിനൽ മഗ്രിബി ഇലൽ മിസ്രി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാൻ. ആരാണ് ഇത് ആദ്യമായി കൊണ്ടുവന്നതെന്നറിയോ? അത് ഫാത്തിമിയാക്കളായ ആളുകളാണ്. ആരാണ് ഇത് കൊണ്ടുവന്നത്? ഇന്ന അവ്വല മൻ അഹ്ദസഹ, ആരാണ് ഇത് ആദ്യമായി കൊണ്ടുവന്നത്? അത് ഫാത്തിമിയാക്കളായ ഷിയാക്കളിൽ നിന്നും ഉടലെടുത്ത ഫാത്തിമിയാക്കളാണ്. അതിലാരാണ്? അൽ മുഇസ്സു ലിദീനില്ലാ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് കൊണ്ടുവന്നത്. എവിടെ എപ്പോഴാണ് കൊണ്ടുവന്നതെന്ന് വളരെ വ്യക്തമായി പറയാൻ. ഇലാം ഫി ശവ്വാൽ, ശവ്വാലിൽ അദ്ദേഹം ഹിജറ 361 അദ്ദേഹം മിസ്രിലേക്ക് പോകുന്നതായും ഇസ്കന്ദരയിലേക്ക് പോകുന്നതായും പറഞ്ഞുകൊണ്ട് പറയാൻ. ഫി ശഅബാൻ അസ്സന 62 و300 ودخل القاهرة ل7 خلون من شهر رمضان في تلك السنة. ഹിജറ 362 فابتدعوا 6 مواليد. പ്രിയപ്പെട്ടവരെ, ശരിക്ക് കേൾക്കണേ. ഈ ഫാത്തിമിയാക്കളിൽപ്പെട്ട മുഇസ്സുൽ ദീനില്ല എന്ന് പറയുന്ന വ്യക്തി ഹിജറ 362 ഫബ്തദഉ 6 മവാലിദ്, 6 ആളുകളുടെ മൗലീദിന് തുടക്കം കുറിക്കുകയാണ്. ഒരാളുടേതല്ല. ഫാത്തിമിയാക്കളായ ഈ ആളുകൾ തുടക്കം കുറിച്ചത് 6 ആളുകളുടെ മൗലീദിനാണ്. ആരൊക്കെയാണ് 6 ആളുകൾ? അൽ മൗലിദൻ നബവി. ഒന്നാമതായി അവർ തുടക്കം കുറിച്ചത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടാനാണ്. വമൗലിദ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ്. രണ്ടാമതായി അവർ ജന്മദിനം ആഘോഷിച്ചത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റേത്. വമൗലിദ സയ്യിദ ഫാത്തിമത്തു സുഹ്റ. മൂന്നാമത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടേത്. വമൗലിദ ഹസൻ, നാലാമത് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റേത്. വമൗലിദൽ ഹുസൈൻ, അഞ്ചാമതായി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റേത്. വമൗലിദൽ ഖലീഫത്തിൽ ഹാദിർ, ആറാമതായി ആ നാട്ടിൽ അന്നുണ്ടായിരുന്ന ഭരണാധികാരിയുടെ. ഇങ്ങനെ 6 ആളുകളുടെ മൗലിദിനാണ് ആര് തുടക്കം കുറിച്ചത്? ഇതവർക്ക് നിഷേധിക്കാൻ കഴിയോ? സമസ്തക്കാർക്ക് ഇത് നിഷേധിക്കാൻ സാധിക്കുമോ? വളരെ വ്യക്തമായി കൊണ്ട് എഴുതി വെക്കാണ്. ഹിജറ 362 300 ശേഷം ഫാത്തിമിയാക്കൾ കൊണ്ടുവന്ന 6 മൗലീദുകൾ, 6 ജന്മദിനാഘോഷങ്ങൾ. ഒന്നാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാ. രണ്ടാമത്തേത് അലി റളിയല്ലാഹു അൻഹുവിന്റേതും ഫാത്തിമ ബീവിയുടെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റേതും അതേപോലെ തന്നെ അന്നുണ്ടായിരുന്ന ഭരണാധികാരിയുടേതും. ഇതാരെഴുതി വെച്ചിട്ടുണ്ട് മുൻപെന്നറിയോ? നമ്മൾ നേരത്തെ വായിച്ച അവരുടെ തഴവ ഉസ്താദ് ഉണ്ടല്ലോ, ആ ഉസ്താദ് പാടിയ ഒരു പാട്ടിലും ഇത് വ്യക്തമായി പറയാണ്. എന്താണ് ഇത് പറഞ്ഞത്? ഈ മൗലിദ് കഴിക്കൽ മുൻപ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ. ഇതിവർ തന്നെ രേഖപ്പെടുത്തി വെച്ച, ആ രേഖപ്പെടുത്തി വെച്ചതിന്റെ അസുല്, അത് ഫാത്തിമിയാക്കളാണ് ഈ 300 കൊണ്ടുവന്നതെന്ന് വളരെ വ്യക്തമായി കൊണ്ട് ഇവർ തന്നെ പറയാം. തീർന്നില്ല. ഇത് പറഞ്ഞു വെച്ചത് ഈ ആൽ പണ്ഡിതനാണെങ്കിൽ അടുത്തതായിക്കൊണ്ട് നോക്കൂ നിങ്ങൾ, നബിദിനാഘോഷം ലോകരാഷ്ട്രങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എഴുതിയ ഒരു പുസ്തകം. ഈ പുസ്തകത്തിലും ഇവർ പറയുന്നത് എന്ന് തന്നെയാണ്. ഈജിപ്തിലെ ഫാത്തിമി ഭരണകൂടം ഹിജറ 362 മുതൽ 567 വരെ തങ്ങളുടെ ഭരണകാലത്ത് മൗലിദ് നബി ആഘോഷിച്ചിരുന്നു. വളരെ വ്യക്തമല്ലേ ഈ കാര്യം? ഈ കാര്യത്തിനാണോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നിന്നും ആയത്തോതി പ്രവാചകന്റെ ഹദീസുകൾ പറഞ്ഞുകൊണ്ട് സ്വഹാബാക്കൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് പച്ച നുണ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്? ഇവർ തന്നെ വ്യക്തമാക്കി പറഞ്ഞ കാര്യം തന്നെയല്ലേ ഇത് കൊണ്ടുവന്നത്? പ്രവാചകനല്ല, സ്വഹാബാക്കളല്ല, ഉത്തമ നൂറ്റാണ്ടല്ല, മറിച്ച് ഇത് കൊണ്ടുവന്നതാരാ?
ഇത് കൊണ്ടുവന്നത്, ഇതിന് തുടക്കം കുറിച്ചത് അത് ഫാത്തിമിയാക്കളാണ് എന്ന് വളരെ വ്യക്തമായി ഇവർ തന്നെ പറയാം. എന്നിട്ട് അതിനുശേഷം ഇവർ പറയുന്നത് എന്താ? പക്ഷേ ആദ്യമായി നബിദിനാഘോഷം തുടങ്ങിയത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലത്ത് ഇർബൽ ഭരിച്ചിരുന്ന മുളഫറാണ്. ഇവർ പറയാണ് ഇതാദ്യമായി തുടങ്ങിയത് ഫാത്തിമിയാക്കൾ കൊണ്ടുവന്ന് പിന്നീട് ഇതിനെ ഏറ്റെടുത്ത് പിന്നീട് ഇത് സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചയാള് ആരാണ്? ഇർബൽ രാജാവായ മുളഫറാണ്. അതിവർ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ മുളഫർ രാജാവ് പിന്നീട് ഏത് സമയത്ത്, ഏത് കാലത്ത്, ഏത് നൂറ്റാണ്ടിലാണ് ഇത് കൊണ്ടുവരുന്നതെന്ന് ഇവർ തന്നെ പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ. എന്നാൽ ഹിജ്റ 7-ാം നൂറ്റാണ്ട് മുതൽ ഇർബിലിന്റെ രാജാവായിരുന്ന അൽ മുദഫർ തുടങ്ങി വെക്കുകയും ചെയ്ത. കണ്ടോ, ഇവർ തന്നെ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്ന കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടക്കൊക്കെ ഇവരെന്ത് പറയും? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം പറയും. ചില സമയങ്ങളിൽ ഇവരുടെ നാവിൽ നിന്നും അറിയാതെ സത്യം പുറത്തേക്ക് ചാടിപ്പോകും. പിന്നീട് അതുകൊണ്ട് അവരാണ് കുടുങ്ങും. ഇത് ജന്മദിനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ആദർശത്തിന് കളങ്കം വരുത്താൻ ഇവർ കൊണ്ടുവന്ന അല്ലയല്ലാത്ത ആളുകളോടുള്ള ശിർക്കിന്റെ വർത്തമാനത്തിന്റെ പ്രാർത്ഥനകളിൽ വരെ ഇവരിലെ ചില വലിയ തലമുതിർന്ന നേതാക്കന്മാർ ചില സമയങ്ങളിൽ അറിയാതെ എന്ത് ചെയ്യും? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം പറഞ്ഞു പോകും. ഇപ്പൊ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിലേക്ക് ഇടയാളനെ വെക്കുന്ന കാര്യത്തിലൊക്കെ, ഖബറിന്റെ അടുക്കൽ പോയിട്ട് സുജൂദ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഇവർ ഇതിനെ കുറിച്ച് സംസാരിച്ചതാണ്. അറിയാതെ ഇവർ തന്നെ അത് പാടില്ല എന്ന് പലയിടത്തും പറഞ്ഞു പോയതാണ്. അതേപോലെ ഇവരുടെ ഒരു വലിയ നേതാവ് തന്നെ ഇവരുടെ ആദർശത്തിന്റെ സദസ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഇവർ അംഗീകരിച്ചു വരുന്ന നേതാവ് തന്നെ പറഞ്ഞതാണ്. ആദ്യം എന്ത് പറഞ്ഞു? നബിദിനം ആഘോഷിക്കല് പ്രവാചകനോ സ്വഹാബാക്കളോ താബിഈങ്ങളോ തബഉത്താബിഈങ്ങളോ ഉത്തമ നൂറ്റാണ്ടോ ചെയ്തിട്ടില്ല. അതിന് തുടർന്നുകൊണ്ട് അടുത്ത് പറഞ്ഞ വീഡിയോ ആണ് നേരത്തെ കണ്ടത്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ് അവരതിൽ പറഞ്ഞത്? എന്നാൽ ഇതിന് തുടക്കം കുറിച്ചത് ഹിജ്റ 700 ശേഷം മുളഫർ രാജാവാണ്. ഇതാര് പറഞ്ഞു? ഇതിവരുടെ ഗ്രന്ഥത്തിൽ നിന്നും നമ്മൾ വ്യക്തമായി വായിച്ച കാര്യമാണ്. ഇതേ കാര്യം തന്നെ ഇത് വളരെ വ്യക്തമായി കൊണ്ട് ഇസ്ലാമിൽ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ മൗലിദുൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ ഒരു ജന്മദിനം ആഘോഷിക്കുന്ന ഈ ഒരു സമ്പ്രദായം അതിസ്ലാമികമല്ല എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഇത് വെറുതെ പറയണ്ട. ഇത് ഷിയാക്കൾ കൊണ്ടുവന്ന് ആ ഷിയാക്കളുടെ സൂഫികളും ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളും ഏറ്റെടുത്ത് ആ ത്വരീഖത്ത് പ്രസ്ഥാനം നമ്മുടെ കേരളക്കരയിലേക്ക് ഇത് കൊണ്ടുവന്ന്, ഇത് മാത്രമൊന്നല്ലോ, ഇവരുടെ തീജാനി ത്വരീഖത്ത് എന്നൊക്കെ പറയുന്ന ഇവരുടെ ത്വരീഖത്തുകൾ സമൂഹത്തിൽ കേരളക്കരയിൽ കൊണ്ടുവരുന്ന ആശയങ്ങളെ ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ആശയധാരകളെ കുറിച്ച് പരിശോധിച്ചാൽ സുബ്ഹാനല്ലാഹ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇവരുടെ ത്വരീഖത്തിലെ വലിയ നേതാക്കന്മാർ, തീജാനി ത്വരീഖത്തിന്റെ ഒക്കെ വലിയ നേതാക്കന്മാർ, അവരൊക്കെ വേദി കെട്ടി മൈക്ക് വെച്ച് സമൂഹത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്തരം ഷിയാക്കളുടെ ആശയം, ഈ ആശയം കേട്ട് മിണ്ടാതിരിക്കേണ്ടവരല്ല മുജാഹിദുകൾ. ഈ ആശയം ഇവരോട് പറയുമ്പോൾ, അവരിതിനെ ഈ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുമ്പോൾ അത് മിണ്ടാതിരുന്ന് അത് പറയേണ്ടതില്ല എന്ന് പറഞ്ഞ്, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് മൗനം പാലിക്കേണ്ടവരല്ല മുജാഹിദുകൾ. അതിനെതിരെ സംസാരിക്കണം. അതിനെതിരെ മുജാഹിദുകൾ ഈ സമൂഹത്തിൽ നിന്നും ഇല്ലാതെയാകുന്നത് വരെ, ഈ സമൂഹത്തിൽ നിന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേരറ്റു പോകുന്നത് വരെ
ഇവർ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തക്കാർ ഷിയാക്കളുടെ ആശയങ്ങളെ, സൂഫിസത്തിന്റെ, ത്വരീഖത്തിന്റെ ആശയധാരകളെ ഈ സമൂഹത്തിൽ നിങ്ങൾ എന്ത് കൊണ്ടുവന്നാലും അതിനെതിരെ വേദി കെട്ടി, അതിനെതിരെ സദസ്യരോട്, ജനങ്ങളോട് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതവസാനിക്കുമെന്ന് ഒരു സമസ്തയിലെ ഒരാൾ പോലും വിചാരിക്കേണ്ടതില്ല. അത് മുജാഹിദുകൾ പ്രവാചകനിൽ നിന്നും ഏറ്റെടുത്ത ദൗത്യം തന്നെയാണ്. അത് മുജാഹിദ് പ്രസ്ഥാനം യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തെ, ആശയത്തെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പറയുവാൻ പ്രവാചകനിൽ നിന്നും ഏറ്റെടുത്തതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോഴും ഇതൊക്കെ തന്നെ ഉണ്ടായത്. ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെയുള്ള സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പേറി നടന്ന വിശ്വാസങ്ങളുമായി നടക്കുന്ന ആളുകളായിരുന്നു അല്ലെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തപ്പോ മഹാനായ ഇക്രിമ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അവിടെയുള്ള യഹൂദന്മാര്, ജൂതന്മാര് പറയുമായിരുന്നു, നഹ്നു നഅ്ബുദു ഉസൈർ ഇബ്നുല്ലാഹ്, ഞങ്ങൾ ആരാധിക്കുന്നത് അള്ളാന്റെ മകനായ ഉസൈറിനെയാണ്. നസാറാക്കളായ ആളുകൾ പറയുമായിരുന്നു, ഞങ്ങൾ ആരാധിക്കുന്നത് അള്ളാന്റെ മകനായ യേശുവിനെയാണ്, ഈസയാണ്. മജൂസികളായ അഗ്നി ആരാധകർ പറയുമായിരുന്നു, ഞങ്ങൾ ആരാധിക്കുന്നത് സൂര്യനെയും ചന്ദ്രനെയുമാണ്. മുശ്രിക്കീങ്ങളായ ആളുകൾ പറയുമായിരുന്നു, നഹ്നു നഅ്ബുദുൽ ഔസാൻ, ഞങ്ങൾ ആരാധിക്കുന്നത് വിഗ്രഹങ്ങളെയാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ വിശ്വാസമായിരുന്നു. അവിടേക്കാണ് പ്രവാചകൻ കടന്നു വന്ന് പരിശുദ്ധ ഖുർആൻ ഓതി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് കൊണ്ടുവരാത്ത, പ്രവാചകനെ കണ്ട് ജീവിച്ച സ്വഹാബാക്കൾ കൊണ്ടുവരാത്ത, അതിനെ തുടർന്ന് വന്ന സലഫ് സ്വാലിഹീങ്ങൾ ആരും തന്നെ കൊണ്ടുവരാത്ത, ഇസ്ലാമിന് പരിചയമില്ലാത്ത ഒരാശയ ആദർശമാണ് ഈ പറയുന്ന ജന്മദിനം. മഹാനായ നോക്കുക, ഇമാം സുയൂത്തിയുടെ അൽ-ഹാവിലിൽ ഫത്താവ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനിയോട് ഈ മൗലിദിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറയാണ്, അസ്ലു അമലിൽ മൗലിദി ബിദ്അ, അടിസ്ഥാനപരമായി മൗലിദ് ആഘോഷിക്കുക എന്നുള്ളത്, പ്രവാചകന്റെ ജന്മദിനം എന്ന് പറയുന്നത് അത് ബിദ്അത്താണ്. അത് പുത്തനാചാരമായി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതാണ്. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ, വളരെ വ്യക്തമായി എഴുതി വെച്ചു. നിങ്ങൾ ഇതിനെ നിഷേധിക്കുക, വളരെ വ്യക്തമായി കൊണ്ട് എഴുതി വെച്ച കാര്യമാണ്. അത് ഉത്തമ 3 നൂറ്റാണ്ടായ സലഫു സ്വാലിഹീങ്ങൾക്ക് പരിചയമില്ലാത്തതാണ്. എന്ത് ജന്മദിനം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ, മഹാനായ ഇബ്നു ഹാജർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്, മാ അഹ്ദതൂഹു മിനൽ ബിദ്അ മഅൽ ഇഅ്തിഖാദിഹിം അന്ന ദാലിക മിൻ അക്ബറിൽ ഇബാദാതി വഅൽഹറു ശആഇരി മാ യഫ്അലൂനഹു ഫീ ശഹ്രി റബീഇൽ അവ്വലി മിനൽ മൗലിദി വഖദ് ഇഹ്തവ അലാ ബിദ്അഇൻ വമുഹറമാത്തിൻ ജുംല. നോക്കി, നിങ്ങൾ വളരെ വ്യക്തമായി എഴുതി വെക്കാണ്, റബീഉൽ അവ്വലിൽ നിങ്ങൾ ആഘോഷിക്കുന്ന മൗലിദുൻ നബി എന്ന് പറയുന്നതുണ്ടല്ലോ, അതെങ്ങനെ ആഘോഷിക്കാണ്? ഇസ്ലാമിന്റെ ഒരു ഷിആറാണ് എന്ന് പറഞ്ഞ്, അത് വലിയ ഒരു ആരാധനയാണ്, പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആഘോഷിക്കുന്ന ഈ മൗലിദ് നബി ഉണ്ടല്ലോ, അത് ബിദ്അത്താണ്. അത് ഇസ്ലാമിന് പരിചയമില്ലാത്ത പുത്തനാചാരമായി കൊണ്ടുവന്നതാണ് എന്ന് പണ്ഡിതന്മാർ നിസ്സംശയം ഇതിനെ വ്യക്തമാക്കിയപ്പോൾ, ഇതിനു വേണ്ടിയാണ് ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം മുറുകെ പിടിക്കുന്നവരാണെന്ന് പറഞ്ഞ്, സുന്നികളാണെന്ന് പറഞ്ഞ്, സുന്നത്തിന്റെയോ സുന്നത്തു ജമാഅത്തിന്റെയോ ഒരു ഷിയാർ പോലും ഇല്ലാതെ അതിനോട് ഒരു തരി കൂറ് പുലർത്താത്ത ആളുകൾ അവര് പറയുകയാണ്, ജന്മദിനം ആഘോഷിക്കാൻ പരിശുദ്ധ ഖുർആനിൽ ആയത്തുകളുണ്ട്.
ജന്മദിനം, പ്രവാചകന്റെ മൗലിദ് ആഘോഷിക്കാൻ പരിശുദ്ധ ഖുർആനിൽ നിന്നും ആയത്തോതുകയാണ്. എന്തിനു വേണ്ടി? പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിന് പരിചയമില്ലാത്ത ഈ മൗലിദ് നബി കഴിക്കാൻ വേണ്ടി ഷിയാക്കൾ കെട്ടിപ്പടുത്തുയർത്തിയ ഈ മൗലിദ് നബി ആഘോഷിക്കാൻ വേണ്ടി ഖുർആനിൽ നിന്നും ഖുർആനിനെ പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്ത് ഇവർ കൊണ്ടുവരികയാണ്, ആയാത്തുകൾ കൊണ്ടുവരികയാണ്. നിങ്ങൾക്കറിയോ ഇവർ കൂട്ടുപിടിക്കുന്നത് ഈ മൗലിദ് നബിക്ക് പുണ്യമുണ്ട്, അതിന് അല്ലാഹുവിന്റെ അടുത്തുനിന്ന് പ്രതിഫലം കിട്ടുമെന്ന് ഇവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി കൂട്ടുപിടിക്കുന്നത് ലഅനത്തുല്ലാഹി അബൂ ലഹബിനെയാണ്. നമ്മൾ പഠിക്കണമിത്, നമ്മൾ മനസ്സിലാക്കണമിത്. അബൂലഹബിന്റെ അടിമയായ ഒരു സ്ത്രീയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന്റെ പേരിൽ മോചിപ്പിച്ചത് കൊണ്ട് നരകത്തിൽ അബൂലഹബിന് കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട് അത്ര. ഇതിവർ സമൂഹത്തിൽ പറയാണ്. നരകത്തില് അബൂലഹബിന് അല്ലാഹു കൂൾ ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്. എന്നറിയോ? റബീഉൽ അവ്വൽ 12 ആകുമ്പോ എന്തിന്റെ പേരിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന്റെ പേരിൽ അബൂലഹബിന്റെ ഒരു അടിമ സ്ത്രീയെ അബൂലഹബ് മോചിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. നഊദു ബില്ലാഹ്. ഇവർക്ക് ഇസ്ലാമിന് തെളിവ് അല്ലാഹു ശപിച്ച അബൂലഹബ. അവർ അതുകൊണ്ട് നടക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ പറ, അങ്ങനെ ഒരു ആശയം നിങ്ങൾ പറഞ്ഞിട്ടില്ല, അങ്ങനെ അബൂലഹബിനെ ഞങ്ങൾ കൂട്ടുപിടിച്ചിട്ടില്ല, ഈ ഒരു സംഭവം ഇതിന്റെ തെളിവായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പറ. ഇനി അതല്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബൂലഹബിന്റെ ഈ ഒരു സംഭവം അത് ഇസ്ലാമിന്റെ ശരീഅത്തിൽപ്പെട്ട, അതെ, അബൂലഹബ് ഈ ഒരു അടിമ സ്ത്രീയെ മോചിപ്പിച്ചത്, ശരിക്കും ശ്രദ്ധിക്കണേ, അബൂലഹബ് ഈ ഒരു അടിമ സ്ത്രീയെ മോചിപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന്റെ പേരിലാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? വെല്ലുവിളിക്കാം. കിതാബ് എടുത്ത് പരിശോധിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയപ്പോ ശല്യം ഒഴിഞ്ഞ് കിട്ടിയല്ലോ എന്ന സമാധാനത്തിന്റെ പേരിലാണ് അബൂലഹബ അടിമ സ്ത്രീയെ മോചിപ്പിച്ചത്. അതല്ലാതെ പ്രവാചകൻ ജനിച്ചതിന്റെ പേരിലല്ല. നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങൾക്ക് ഇതിനെതിരുണ്ടോ? നിങ്ങൾ കൊണ്ടുവാ, അപ്പോൾ നമുക്ക് ബാക്കി സംസാരിക്കാവുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിന് പരിചയമില്ലാത്ത ഈ ഒരു നബിദിനത്തെ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ കൊണ്ടുവരികയാണ്. അവർ ഇസ്ലാമാണെന്ന് പറഞ്ഞുകൊണ്ട് പല തെറ്റായ ആശയങ്ങളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ്. 40ഓളം ആയത്തുകളൊക്കെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ഒരു ജന്മദിനം ആഘോഷിക്കാൻ ഖുർആനിൽ ഉണ്ട് എന്ന് പറഞ്ഞവർ കൊണ്ടുവന്നിട്ടുള്ളത്. നഊദു ബില്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാനമായി കൊണ്ട് വളരെ ഗൗരവത്തോടെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥമായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹനെ ഇഷ്ടപ്പെടുന്ന, പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടത് പരിശുദ്ധ ഖുർആനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിനെയുമാണ്. ആ ഇസ്ലാമിന്റെ ഖുർആനിന്റെ ആശയത്തെയും പ്രവാചകന്റെ സുന്നത്തിനെയും അനുസരിച്ച് ഇസ്ലാമിന്റെ ആശയാദർശങ്ങളെ, ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങളെ, ഇസ്ലാമിന്റെ യഥാർത്ഥമായ പാതയത്തെ മുറുകെ പിടിക്കാൻ ബാധ്യസ്ഥരാണ് മുസ്ലിമീങ്ങളായ ആളുകൾ. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ ആശയ ആദർശങ്ങളുടെ അടിത്തറയായ ഖുർആനിന്റെ മുന്നിൽ നിഷ്പ്രഭരായ ജൂത സമൂഹം, അവർ ആസൂത്രിതമായി ഇസ്ലാമിലേക്ക് ഷിയാക്കളെന്ന് പറഞ്ഞ് കടന്നു വന്ന് മുസ്ലിമീങ്ങളെ തകർക്കുവാൻ, വിശേഷിച്ചും ശാന്തമായ അന്തരീക്ഷത്തിൽ ഇസ്ലാമിനെ സമൂഹത്തിന് പരിചയപ്പെടുത്താൻ ബാധ്യസ്ഥരായ പ്രബോധകരെ അന്ധവിശ്വാസങ്ങളിലേക്കും സൃഷ്ടിപൂജയിലേക്കും
ഈ പറഞ്ഞ രൂപത്തിലുള്ള ഇസ്ലാമിന് പരിചയമില്ലാത്ത, ഇസ്ലാമിന്റെ യാതൊരു അടിസ്ഥാനവുമില്ലാത്തതിലേക്കും തീവ്രവാദ നിലപാടുകളിലേക്കും ഇത്തരം പ്രബോധകരായ ആളുകളെ ഇവർ വളരെ വളരെ ആസൂത്രിതമായി പിടിച്ച് ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മുസ്ലിമീങ്ങളായ നമുക്കുണ്ടാവേണ്ട നിലപാട്, നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ ഒരു കാര്യം നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനോടുള്ള ആരാധനയായി നന്മയായി നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട വിശ്വാസികളെ, അതിന് നമ്മൾ അടിസ്ഥാനം വെക്കേണ്ടത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ? അള്ളാഹിന്റെ പ്രവാചകൻ 23 വർഷക്കാലം കൊണ്ട് ജീവിച്ചു കാണിച്ചു തന്ന ഇസ്ലാമിന്റെ 2ാം പ്രമാണമായ സുന്നത്തിൽ വല്ല തെളിവുമുണ്ടോ? സലഫുസ്വാലിഹീങ്ങൾ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടോ എന്ന് വളരെ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോരുത്തരും ഇസ്ലാമിന്റെ കാര്യം ചെയ്യാൻ. അൽ യൗമു അക്മൽതു ലക്കും ദീനക്കും, വളരെ വ്യക്തമായി പറഞ്ഞതല്ലേ, ഇന്നേ ദിവസം ദീനിനെ പൂർത്തീകരിച്ചു ഇതെന്നു എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഏൽപ്പിച്ച റിസാലത്ത് പൂർത്തീകരിച്ചു എന്ന് ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തിൽ പ്രവാചകൻ ഇവിടെയുള്ള സ്വഹാബാക്കളെ കൊണ്ട് സാക്ഷി പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ അശ്ഹദ് എന്ന്, അല്ലാഹുവേ നീ സാക്ഷിയാണെന്ന രൂപത്തിൽ പറഞ്ഞത്. അതിനുശേഷം ഇസ്ലാമാണെന്ന് പറഞ്ഞ്, നന്മയാണെന്ന് പറഞ്ഞ്, പുണ്യമാണെന്ന് പറഞ്ഞ്, നല്ലതാണെന്ന് പറഞ്ഞ്, കൂലി കിട്ടുന്നതാണെന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് എന്തെങ്കിലും കൊണ്ടുവന്നാൽ അതിലൂടെ അവൻ പറയാതെ പറയുന്നത് നമ്മൾ നമ്മളുടെ ജീവനേക്കാളേറെ സ്നേഹിക്കേണ്ട, നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളേറെ സ്നേഹിക്കേണ്ട മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഏൽപ്പിച്ച റിസാലത്തിൽ വഞ്ചന കാണിച്ച വഞ്ചകനാണ് പ്രവാചകൻ എന്നാണ് അതിലൂടെ ഒരു മനുഷ്യൻ പറയാതെ പറയുന്നത് എന്ന് പണ്ഡിതന്മാർ, ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെക്കുക. നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചകനാണ്, ഞങ്ങൾക്ക് തരാനുള്ള റിസാലത്ത് പൂർണ്ണമാക്കാതെ പോയതാണ് പ്രവാചകൻ, ഞങ്ങളെ വഞ്ചിച്ചവനാണ് പ്രവാചകൻ എന്ന് പറയാൻ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ കൂട്ടരെ? എന്നാൽ അവൻ പറയാതെ പറയുന്നത് അതാണ് എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെക്കാണ്. എപ്പോ ദീനാണെന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കടത്തിക്കൂട്ടി കൊണ്ടുവന്നാൽ ഇത് ചില്ലറ വിഷയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, പ്രവാചകനോട് ചോദിക്കാണ്, പ്രവാചകരെ അമലുകൾ മുഴുവനും നിഷ്ഫലമായി പോയ ആളുകളെ കുറിച്ച് പറഞ്ഞു തരട്ടെ. അവിടെ പ്രത്യേകത പറയാണ്, അവർ ദീനിലേക്ക് പുതുതായി കൊണ്ടുവരികയാണ്. എങ്ങനെയാ? നല്ലതല്ലേ, കൂലി കിട്ടുന്നതല്ലേ, അള്ളാഹ് എടുക്കുന്ന പ്രതിഫലം കിട്ടൂലേ എന്ന ചിന്തയോടെ ഇസ്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് പുതുതായി ഈ ബിദ്അത്തുകളെ കൊണ്ടുവരികയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെ അവർക്ക് ഒരു നന്മ പോലും അവർ ചെയ്തതില്ലാതെ നിഷ്ഫലമായി പോകുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നാളെ ഹൗദുൽ കൗസറിന്റെ അടുക്ക് പരലോകത്തെത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും ഹൗദുൽ കൗസറിൽ നിന്നും വെള്ളം കൊടുക്കുമ്പോ ഒരു വിഭാഗം ആളുകൾ കടന്നു വരുമ്പോ അവിടെ അല്ലാഹു ഷട്ടറിടാണ്. എന്താണ് കാരണം എന്നറിയോ? പ്രവാചകനോട് പറയും, താങ്കളുടെ മരണശേഷം ദീനിലേക്ക് പുതുതായി കടത്തി കൂട്ടിയ ബിദ്അത്തുകളെ ഉണ്ടാക്കിയവരാണിവർ, അതുകൊണ്ട് ഇവർ ഹൗദുൽ കൗസറിൽ നിന്നും വെള്ളം ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. ഈ ബിദ്അത്ത് അത്രയും ഗൗരവമാണ്. ഇബ്ലീസിന് ഒരാൾ ഹറാം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? ബിദ്അത്ത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ കൃത്യമായി
പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഈ മൗലിദ് ആഘോഷിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് അത് ജൂതനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സബ തുടക്കം കുറിച്ച ഷിയാക്കള്, ആ ഷിയാക്കളിൽ നിന്നും കടന്നു വന്ന ഫാത്തിമിയാക്കളിലൂടെ തുടക്കം കുറിച്ച് പിന്നീട് സൂഫികളും ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളും അതേറ്റെടുത്ത് സമസ്തക്കാർ ഈ സമൂഹത്തിൽ ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ബിദ്അത്ത് മാത്രമാണ് ഈ മൗലിദാഘോഷം, ഈ ജന്മദിനാഘോഷമെന്ന് വളരെ കൃത്യമായി കൊണ്ട് നാം മനസ്സിലാക്കുകയും യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തെ പിന്തുടർന്ന് ജീവിക്കുകയും പ്രവാചകനെ സ്നേഹിക്കുന്നവർ, സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും കൊണ്ടുവരാത്ത ഒരു കാര്യത്തെ കണ്ടാൽ അതിനെ പൂർണ്ണമായും പുറം കാലുകൊണ്ട് മെതിച്ചു കളയുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ വിശ്വാസികളായി, യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കുന്നവരായി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തെ മുറുകെ പിടിക്കുന്നവരായി ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇസ്ലാമിന്റെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ ഇസ്ലാമിൽ പ്രമാണമുണ്ടോ, ഇസ്ലാമിൽ തെളിവുണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതാണോ, പുണ്യം കിട്ടുന്നതാണോ എന്നതിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വ്യക്തമാക്കിയതിന് ശേഷം മാത്രം അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ബിദ്അത്തുകൾ ജീവിതത്തിൽ കടന്നു വരാതിരിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഷിയാക്കളുടെ അതിതീവ്രമായ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വേര് പിടിച്ചു വരുമ്പോൾ അതിനെതിരെ മൗനം പാലിക്കാതെ അതിനെതിരെ ശബ്ദിക്കുന്നവരായി, അതിൻ്റെ പങ്കാളികളായി നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു തആല സത്യം സത്യം പോലെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോട് കൂടി ജീവിച്ച് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ طيبا وعملا متقبلا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.